വണ്ടിപ്പെരിയാറിൽ നിന്നും 28 കിലോമീറ്റർ അകലെയായും വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിക്ക് സമീപം കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയുമായാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽപ്പെട്ട ഗവിയുടെ സ്ഥാനം. കാടിൻ്റെ ഒരു മഹാസാമ്രാജ്യം ഗവി എന്ന കൊച്ചുവാക്കിൽ പ്രകൃതി ഇവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. വിദേശീയരും സ്വദേശീയരുമായ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കേരളത്തിലെ പ്രമുഖ കേന്ദ്രമായി ഇന്ന് ഗവി മാറിയിരിക്കുന്നു. മലനിരകളെയും അരുവികളെയും പക്ഷിമൃഗാദികളെയും കണ്ട് പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് ജീപ്പിലുള്ള വനയാത്രയാണ് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത്. വനം വികസന കോർപ്പറേഷൻ മുഖേന നേരത്തെ ബുക്ക് ചെയ്താൽ ഇതിനുള്ള എല്ലാ സൗകര്യവും കോർപ്പറേഷൻ ലഭ്യമാക്കും. കേരളത്തിലെ കാടുകളിൽ ആനകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഗവി. KFDC ഒരുക്കുന്ന പുലർകാലത്തുള്ള ജീപ്പ് സവാരിയിൽ ആനകളും കാട്ടുപോത്തുകളും പതിവ് കാഴ്ചകളാണ്. തടാകത്തിലൂടെയുള്ള യാത്രയ്ക്കും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കാനന ദൃശ്യങ്ങൾ ആസ്വദിച്ചുള്ള ഈ ജലയാത്രയിൽ ആനകളെയും കാട്ടുപോത്തുകളെയും അടുത്ത് കാണാൻ കഴിഞ്ഞെന്ന് വരും. സന്ദർശകർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവിടെ ലഭ്യമാണ്. KFDCയുടെ ഏലത്തോട്ടത്തിലേക്കുള്ള സന്ദർശനവും ഏലം സംസ്കരിച്ച് സംഭരിക്കുന്നത് നേരിട്ട് കാണുവാനുള്ള അവസരവും ഇവിടെയുണ്ട്. കശുമാവ്, യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളിലെ സന്ദർശനവും സഞ്ചാരികളെ ഏറെ ആകർഷിക്കും. കൊച്ചു പമ്പ ഇക്കോ ടൂറിസം സെന്ററിലും ട്രക്കിങ്ങിനും ബോട്ടിങ്ങിനുമുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഗവിയിലെ ട്രക്കിങ്ങിൻ്റെ ഭാഗമായി സഞ്ചാരികൾക്ക് ശബരിമല ടെമ്പിൾ വ്യൂ പോയിന്റിലെത്താം. ഇവിടെ നിന്നും പുണ്യസ്ഥലമായ ശബരിമല ക്ഷേത്ര ദർശനം തെളിഞ്ഞ കാലാവസ്ഥയിൽ സാധ്യമാണ്. ഗവിയിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്നതിന് മുൻകൂട്ടി മുറികൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഗ്രീൻ മാൻഷനിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കിടപ്പുമുറികൾ സജ്ജമാണ്. കാടിനുള്ളിൽ താമസിക്കാനുള്ള സ്വിസ് കോട്ടേജുകൾ വർഷം മുഴുവനും, ട്രക്കിങ്ങിനായുള്ള ടെന്റുകൾ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലും വിനോദസഞ്ചാരികൾക്കായി KFDC ഒരുക്കും.